ഹലോ ഹായ് ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇന്ന് ചുറ്റുപാടുകളിൽ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, ലഹരിയുടെ ഭാഗത്തേക്ക് കുട്ടികൾ പോകുന്നത്. ഇതിലൊക്കെ മാതാപിതാക്കൾ വളരെയധികം ആശങ്കാകുലരാണ്, ടീച്ചേഴ്സും ഒരു പരിധിവരെ. ഇതിൽ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് പരിധിയിൽ നിർത്താം. അത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ലോകമല്ല കുട്ടികളുടെ ലോകം. അത് കുറച്ച് എന്താ പറയുക വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിച്ച പ്രത്യേകിച്ച് ജനറേഷൻ ഗ്യാപ്പാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ 90s അല്ലെങ്കിൽ 80siലുള്ള പാരൻസ് ഒക്കെ ആയിരിക്കാം. കുട്ടി ആൽഫയും ബീറ്റയൊക്കെ ആയിട്ട് ഏറ്റവും പുതിയ തലമുറയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സോഫ്റ്റ്വെയർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ചുറ്റുപാട് നമ്മൾ അറിഞ്ഞിരിക്കണം. കുട്ടിയുടെ ഏറ്റവും മികച്ച ഫ്രണ്ട്സ്, കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാണ്, ആരുടെ കൂടെയാണെന്നൊക്കെ പാരൻ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ബാഗിൽ എന്തെല്ലാം ഉണ്ട് തിരിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടി കയറി പോകുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങൾ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളാവട്ടെ, അവിടെയൊക്കെ കുട്ടി ആരെയൊക്കെ കാണുന്നുണ്ട്, എന്തിനോടൊക്കെ സെർച്ച് ചെയ്യുന്നതൊക്കെ പാരന്റിന് ഒരു പിടി വേണം. ഓക്കെ. പിന്നെ പലപ്പോഴും കുട്ടികളുടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയും. കുട്ടികൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, അമ്മ അല്ലെങ്കിൽ ഉമ്മ ഞങ്ങൾക്ക് മൊബൈൽ എടുത്തിട്ട് അമ്മ മൊബൈലിലാണെന്ന് പറയും. കുട്ടിയൊക്കെ വലിയ അഡിക്റ്റാണ് പാരന്റ് എങ്കിൽ കുട്ടിക്ക് ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുട്ടിക്ക് ഇത് കൊടുത്ത് കൊച്ചിൻ്റെ വഴി കൂടും. പാരന്റ് വഴിക്കുവാണെങ്കിൽ കൊച്ചിന് പിന്നെ നോവേ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റാനുള്ള രണ്ട് കാരണം, ഒന്ന് അനാവശ്യമായ കൂട്ടുകെട്ട്. എത്ര നല്ല കുട്ടിയാണെങ്കിലും കൂട്ടുകെട്ട് മോശമായ അത് അവനെ എഫക്റ്റ് ചെയ്യും. കുട്ടി അവൻ്റെ വഴിക്ക് പോകും. കൂട്ടുകാരനെ ഏത് തരത്തിലുള്ള ആളാണോ അവൻ്റെ കൂടെ പോകും. രണ്ട്, സോഷ്യൽ മീഡിയ യൂസേജിൽ കുട്ടി കയറി പോകുന്ന ഇടങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ഒരു പക്വത എത്താത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂസേജ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, മറ്റ് ചാറ്റിംഗ് ആപ്പുകളാവട്ടെ കൊടുക്കുമ്പോൾ കുട്ടി എവിടങ്ങളിലെല്ലാം എവിടെ ഇടപെടുന്നത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്ക് വേണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി അത് കിട്ടുന്ന സ്ഥലത്ത് പോകും. ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടിക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ മൊത്തം ഷെയർ ചെയ്യേണ്ടി വരും. കുട്ടിയുടെ സന്തോഷങ്ങൾ, കൊച്ചു കാര്യങ്ങളായിരിക്കാം. അത് വന്ന് കൗതുകത്തോളം പറയുമ്പോൾ അത് കേൾക്കാൻ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ ഒക്കെ തയ്യാറാവണം. കുട്ടിയെ സ്നേഹിക്കുവാൻ വീട്ടിലാളില്ലാതിരുന്നാൽ എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് കുട്ടി അവിടേക്ക് പോകും. അത് കുട്ടികളുടെ സീനിയറിനാവാം, ക്ലാസ്മേറ്റിനാവാം, അല്ലെങ്കിൽ വേറെ വല്ല ആളുകളിൽ കുട്ടിക്ക് എവിടെയാണോ സ്നേഹം കിട്ടുന്ന ഇടം, ആ ഇടങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൊച്ചു പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടിയുടെ ഏറ്റവും മികച്ച ഫ്രണ്ട്സ് ആവണം. കുട്ടിക്ക് ഇത് ചെറുതും വലുതുമായ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ കുട്ടിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഓക്കെ. പിന്നെ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് പഠിക്കുന്നതിൽ ആർട്സ്, സ്പോർട്സ്, ഡാൻസ്, ചിത്രരചന, കരാട്ടെ, അങ്ങനത്തെ മാർഷൽ ആർട്സ്, അങ്ങനത്തെ എന്തിനൊക്കെ തിരിച്ചു വിടുന്നു. കുറേ കുട്ടി അസാൻമാർഗികമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. കാരണം അത്തരം കലകളിലേക്ക് പോകുമ്പോൾ കുറേ കുട്ടികളുടെ ശ്രദ്ധ അങ്ങനെ ഡീവിയേറ്റ് ആയി പോകും. അല്ലെങ്കിൽ പിന്നെ മതവിശ്വാസികളാണെങ്കിൽ പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങളിലേക്കോ കുട്ടിയെ തിരിച്ചുവിടുമ്പോൾ കുറേയൊക്കെ അങ്ങനെ കുട്ടി ശ്രദ്ധിച്ചു പോകും. കാരണം കാലഘട്ടം വളരെ മോശമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുഗമാണ്. എങ്ങനെ വേണമെങ്കിൽ കുട്ടിയെ സ്വാധീനിക്കാനുള്ള ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഇന്ന് ധാരാളമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു ക്വാളിറ്റി ടൈം അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും കുട്ടികളൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയം. അത് ഡിന്നർ ടൈം ആവാം, അതല്ലെങ്കിൽ ഒന്ന് ഹാളിൽ വൈകുന്നേരമൊക്കെ അല്ല ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക. രണ്ട്, പിന്നെ പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ യൂസേജൊക്കെ ഒന്ന് കുറച്ച് നല്ല കുട്ടി ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. കാരണം കുട്ടിയെ നമ്മളൊരു പട്ടം പോലെ വിട്ടുകൊടുത്താൽ അത് പാറിപ്പോവും, പൊട്ടിപ്പോവും. നന്ന മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പറക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ കയറിൻ്റെ ഒരു അറ്റം പാരൻസിൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാരൻറ്റിങ് ഒരു കലയാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ BEdും TTC ഒക്കെ കൊടുത്ത് ടീച്ചേഴ്സിനെ പലപ്പോഴും പ്രൊഫഷണലായിട്ട് എങ്ങനെ ടീച്ചർ ആയിരിക്കണം ടീച്ചേഴ്സിന് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല രക്ഷിതാക്കൾക്കും പ്രസവ സമയത്തൊക്കെ പ്രഗ്നൻസി പീരീഡ് എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ പ്രസവിക്കണമെന്നും എങ്ങനെ നന്നായിട്ട് കൊച്ചിനെ ഗർഭകാലത്ത് നോക്കാമെന്നൊക്കെ പാരൻസിന് നന്നായിട്ട് അറിയാമെങ്കിലും പാരൻറ്റിങ് ആഫ്റ്റർ ബർത്ത്, പ്രത്യേകിച്ച് ഒരു സ്കൂൾ ഇയറിലെ കുട്ടിയെ കൗമാരം വരെയൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് പലപ്പോഴും പാരൻസിന് ഒരു ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല. പല പാരൻസിനും അതിനെപ്പറ്റി ധാരണയുമില്ല. പ്രത്യേകിച്ച് 80s-90s ഉള്ള പാരൻസാണ്. കുട്ടികളാണ് ആൽഫ ബീറ്റ പോലത്തെ പുതിയ ന്യൂ ജനറേഷനാണ്. അപ്പോൾ കൊണ്ട് തന്നെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പല പാരൻസും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ, ചില കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവരങ്ങോട്ട് പോകണം. ചിലർക്ക് കൊടുക്കാതെ പാരൻസ് ബലം പിടിക്കുമ്പോൾ പാരൻസുമായി മാതാപിതാക്കളുമായി കുട്ടികളും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ പാരൻറ്റിങ് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല. ഇപ്പോൾ ചിലത് കുട്ടികൾ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി നേടിയെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും പറയുന്നതാണ് ഞങ്ങൾക്ക് കൊടുക്കാതിരുന്നല്ല കുട്ടി ഭീഷണിപ്പെടുന്നു. ഭീഷണിക്ക് നിന്ന് കൊടുത്താൽ ഒരു വട്ടം കുട്ടി നേടിയെടുത്ത് അടുത്ത തവണ കുട്ടി ഭീഷണിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയാൽ കൊടുക്കാതിരിക്കുക.
കൊച്ച് അർഹിക്കുന്നത് വേണ്ടത് ആവശ്യമുള്ള സമയത്ത് പറയാതെ തന്നെ കൊടുക്കുകയും ചെയ്യുക എന്ന രൂപത്തിലേക്ക് നമ്മൾ പേരനെയും കൊണ്ടുപോകണം. ഏറ്റവും പ്രധാനപ്പെട്ട വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കുട്ടിക്ക് സ്നേഹം, സന്തോഷം, പരിഗണന അത് നമ്മൾ കൊടുക്കേണ്ട ഇടത്തുനിന്നും കൊടുത്താൽ കൊച്ച് എവിടെയും പോവില്ല. അതല്ല എങ്കിൽ കൊച്ചിന് എവിടെയാണോ സ്നേഹവും സന്തോഷവും പരിഗണനയും കിട്ടുന്നത് അത്തരം ഇടങ്ങൾ തേടിക്കൊണ്ട് കുട്ടി പോകാൻ തുടങ്ങും. കുട്ടിയുടെ ഏറ്റവും മികച്ച ഫ്രണ്ട് അത് നിങ്ങളായിരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.